മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ആദ്യം തന്നെ കാഞ്ഞിരപ്പള്ളി ബാർ അസോസിയേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ഈ കോളേജിൻ്റെ മാനേജ്മെൻറ്റിനോടും അതിൻ്റെ ഭാരവാഹികളോടും പ്രത്യേകം നന്ദി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഇവിടെ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം, ഈ അഭിഭാഷകന് 4 സ്റ്റേജുകളാണ് ഉള്ളത് എന്ന് നമുക്ക് കൂടുതൽ ആളുകൾക്കും അറിയാം. ഈ 4 സ്റ്റേജ് എന്ന് പറയുന്നത്, 1 കേസുമില്ല ഫീസുമില്ല, 2 കേസുണ്ട് ഫീസില്ല, 3ാമത്തെ സ്റ്റേജ് കേസുമുണ്ട് ഫീസുമുണ്ട്, 4ാമത്തെ സ്റ്റേജ് കേസില്ല ഫീസുണ്ട്. അതെങ്ങനെയാണെന്ന് ഓർക്കുമായിരിക്കും. ഉപദേശം കൊടുക്കുക, ക്ലയൻസ് വന്ന് ചോദിക്കുക. ഓക്കെ, ഏറ്റവും സുവർണകാലം എന്ന് പറയുന്നത് 3ാമത്തെ സ്റ്റേജാണ്, കേസുമുണ്ട് ഫീസുമുണ്ട്. ഞാനീ പറയുന്നത് കേട്ട് ഒരു നിയമ വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഒരു മാതാപിതാക്കളോ ആകുലതപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ടായാലും നിങ്ങൾ തിരഞ്ഞെടുത്ത കോഴ്സ് ഏറ്റവും മഹത്തരമാണ്, ഏറ്റവും മികച്ചതാണ്, തിളക്കമാർന്നതാണ് എന്നതിന് സംശയം വേണ്ട. ബഹുമാന്യനായ ബെഹ്റ സാറ് പറഞ്ഞു, എൻ്റെ ദുഃഖം എന്ന് പറഞ്ഞത് ഞാൻ ലോ പഠിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ അല്ലേ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അതുപോലെ തന്നെ LLB കഴിഞ്ഞ് എൻറോൾ ചെയ്താൽ ഉടനെ തന്നെ നമ്മൾ അഭിഭാഷകരായിട്ട് ജോലിയിൽ പ്രവേശിക്കുകയാണ്. ആരും ചോദിക്കല്ല ജോലിയായില്ലേ എന്ന് ചോദിക്കുകയല്ല. ഈ അഭിഭാഷക ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു ജോലി തേടണമെങ്കിൽ തേടാം. അതുപോലെ അല്ലാതെ നന്നായി പ്രാക്ടീസ് ചെയ്തു പോകാനും സാധിക്കും. ഞാൻ ഈ മുമ്പ് പറഞ്ഞ ആദ്യത്തെ 2 സ്റ്റേജുകൾ ഇപ്പോൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിലവിൽ ജുഡീഷ്യറി ഫയലിംഗ്, കോർട്ട് സംവിധാനങ്ങൾ നടപ്പിലാക്കുകയാണ്. ഫയലിങ്ങും കോർട്ട് നടപടികളൂടെ നടത്തുന്നതിലൂടെ ഒരു സീനിയർ അഭിഭാഷകൻ ഒരു ജൂനിയർ അഭിഭാഷകൻ്റെ അല്ലെങ്കിൽ അഭിഭാഷകരുടെ ഒരു സഹായത്തോടു കൂടി മാത്രമേ കേസുകൾ അപ്ലോഡ് ചെയ്യാൻ അല്ലെ ഫയൽ ചെയ്യാനൊക്കെ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു ജൂനിയർ അഭിഭാഷകന് ഒരു നിശ്ചിത തുക, അതായത് 10,000 അല്ല 15,000 തൊട്ട് 30,000 രൂപ വരെ സ്റ്റൈഫൻഡ് കൊടുക്കണം എന്നൊരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ബാർ കൗൺസിലിൽ നിന്നാണെങ്കിലും എയ്ബ് പാസ്സായി കഴിഞ്ഞാൽ 5,000 രൂപ വെച്ച് സ്റ്റൈഫൻഡ് കൊടുക്കണമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന തീരുമാനങ്ങളൊക്കെയും ഒരു ജൂനിയർ അഭിഭാഷകനെ സംബന്ധിച്ച് അല്ല അഭിഭാഷകയെ സംബന്ധിച്ച് വർണ്ണച്ചിറകുകൾ നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ മുമ്പ് അഭിഭാഷക ക്ലർക്കുമാരാണ് ഈ കേസ് ഫയൽ ചെയ്യുന്നതിനും ബാക്കി നടപടികൾ നടത്തുന്നതിനും വേണ്ടി മുൻപിട്ട് നിന്നിരുന്നത്. പക്ഷേ ആ അവസരം ജൂനിയർ ആയിട്ടുള്ള ഒരു അഭിഭാഷകർക്കും വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഒരു അഭിഭാഷകൻ്റെ അല്ലെ അവന് കിട്ടാവുന്ന സ്ഥാനലബ്ധി എത്രമാത്രം ഉയർന്നതാണ് എന്ന് ചോദിച്ചാൽ ലിമിറ്റ് ഈസ് ദ സ്കൈ ആണ്. ഒരു ലിമിറ്റുമില്ല. അതുപോലെ ഒരു നിയമം പഠിച്ച ഒരാൾക്ക് അല്ലെ നിയമബിരുദധാരിക്ക് ജുഡീഷ്യൽ ഓഫീസർമാരായിട്ട്, പ്രോസിക്യൂട്ടർമാരായിട്ട്, ലീഗൽ അസിസ്റ്റൻ്റ്, ലേബർ ഓഫീസർ, സെയിൽ ടാക്സ് ഓഫീസർ, അതുപോലെ തന്നെ മുനിസിപ്പൽ സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറി, വിവിധ തരങ്ങളിലുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും മുൻഗണന കിട്ടുന്നു എന്നുള്ളത് നമ്മൾക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്നതാണ്. അതുപോലെ തന്നെ മികവുള്ള അഭിഭാഷകർക്ക് നേരിട്ട് ജില്ലാ ജഡ്ജിമാരായി നിയമനം ലഭിക്കുന്നുണ്ട്. അങ്ങനെ നിയമനം കിട്ടിയ വിശിഷ്ട വ്യക്തിയാണ് നമ്മുടെ ഈ ഡയസിലുള്ള
നമ്മുടെ ജില്ലാ ജഡ്ജി ശ്രീ മിനി എസ് ദാസ്. അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനലബ്ധി ഓരോ നിയമ വിദ്യാർത്ഥിക്കും പ്രേരണയും ഊർജവും നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഈ ഡയസിലിരിക്കുന്ന ഹൈക്കോടതി ജഡ്ജസ് എല്ലാവരും തന്നെ ഹൈക്കോടതി ജഡ്ജിമാരായിട്ട് നേരിട്ട് നിയമനം കിട്ടിയവരാണ്. അതുപോലെ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു നിയമബിരുദധാരിയുടെ സ്ഥാനലബ്ധി എന്ന് പറയുന്നത് ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് സ്കൈ ആണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് കാഞ്ഞിരപ്പള്ളി ബാർ അസോസിയേഷനിലെ മെമ്പറായിരുന്നു. ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോയി. അതിൽ ഞങ്ങൾക്ക് അഭിമാനവുമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഈ നിയമ വിദ്യാർത്ഥിയായിട്ട് അല്ലെങ്കിൽ LLB കോഴ്സ് എടുത്ത് ഇവിടെ വന്നിരിക്കുന്ന ചിലർക്കെങ്കിലും ഒരാശങ്ക കാണും, ഞാനൊരു അഭിഭാഷകനാകാവോ, അതിനുള്ള കഴിവ് എനിക്കുണ്ടോ, എനിക്ക് പ്രാപ്തിയുണ്ടോ? നിങ്ങളൊന്നും കൊണ്ടും സംശയിക്കേണ്ട, ആ ഒരു അങ്കലാപ്പിന് കാരണമേ ഇല്ല. അതിനുള്ള സംവിധാനമാണ് നമ്മുടെ കാഞ്ഞിരപ്പള്ളി രൂപതയും മാനേജ്മെൻറ്റും നമ്മുടെ പ്രിൻസിപ്പളും ഇവിടെ മൂട്ട് കോർട്ട് ഉൾപ്പെടെ ചെയ്യുന്നതിനുള്ള, അതായത് ഒരു അഭിഭാഷകൻ കണ്ടാൽ പോലും അമ്പരപ്പെടുന്ന തരത്തിലുള്ള മൂട്ട് കോർട്ട് ഹാളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബ്, അതുപോലെ തന്നെ വിശാലമായ ഒരു ലൈബ്രറി ഉണ്ട്. ഇതെല്ലാം നമ്മുടെ സ്വപ്നങ്ങൾക്ക് സ്വർണ്ണ ചിറകുകൾ പകരുന്നതാണ്. ആ കിട്ടുന്ന അവസരം നിങ്ങൾ ഉപയോഗിച്ച്, ആ സ്വർണ്ണ ചിറകുകൾ ഉപയോഗിച്ച് നിങ്ങൾ പറന്നുയരണമോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എനിക്ക് മുൻപ് പ്രസംഗിച്ചവർ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുന്ന ഒരു ശില്പം നിർമ്മിക്കാൻ വേണ്ടി തരുന്ന ഒരു കല്ലിൽ നമ്മൾ എത്രമാത്രം മനോഹരമായി ചെയ്യുന്നു, അതോ ഒരു കണ്ണ്, ഒരു മൂക്ക് ഒക്കെ വായിച്ച് അത്രമാത്രം ചെയ്താൽ മതിയോ എന്ന് തീരുമാനിക്കുക എന്നുള്ളത് ഓരോ നിയമ വിദ്യാർത്ഥിയുടെയും തീരുമാനമാണ്. അവർ എത്രമാത്രം ഭംഗിയായിരിക്കണം എന്ന് ചെയ്യുക, അല്ലെ ഭംഗിയായിട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു, അത് ചെയ്യുക. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞിരിക്കുന്നത്, ആൻ അഡ്വക്കേറ്റ് ഷുഡ് ബി ഹെർമിറ്റ് ആൻഡ് വർക്ക് ലൈക്ക് ഹോഴ്സ്. അവന് ഇരിക്കാൻ നേരമില്ല. ഒരു അഭിഭാഷകനെ സംബന്ധിച്ച് ഈ സൂര്യന് കീഴിലുള്ള എന്തിനെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ്. ഒരു സൈബർ ഒഫൻസിനെ സംബന്ധിച്ച് നമ്മൾ കേസ് നടത്തണമെങ്കിൽ അതേക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലെ ഒരു കേസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ നെഗ്ലിജൻസിനെ കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ അതേക്കുറിച്ച് പഠിച്ചിരിക്കണം. അതുകൊണ്ട് ഒരു അഭിഭാഷകൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പൂർണ്ണ അറിവുള്ള ഒരാളായിരിക്കണം എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ രൂപത ആരംഭിച്ചിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും തന്നെ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, അവാർഡുകളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പം ഈ കോളേജിൽ ആദ്യമായി ചേർന്ന നിങ്ങളാണ് ഈ കോളേജിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് ഉള്ളത്. മുൻ പ്രാസംഗികർ പറഞ്ഞതുപോലെ നിങ്ങൾ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ചീഫ് ജസ്റ്റിസുമാരായിട്ടോ ജഡ്ജസായിട്ടോ ജുഡീഷ്യറിയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത് കാണുമ്പോൾ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും സന്തോഷവും അഭിമാനവും ഉണ്ടാകുന്ന ഒരു നിമിഷമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിൻസിപ്പൽ ശക്തനായ ഒരു പ്രിൻസിപ്പാളാണ്. അദ്ദേഹം എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയ അനുഭവ പാഠവങ്ങളും മനക്കരുത്തും ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ ശക്തമായ നിലയിൽ ഒന്നാമതെത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുക. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും.
അതുപോലെ തന്നെ ബാർ അസോസിയേഷനെ സംബന്ധിച്ച് ഈ കോളേജിൽ നിന്നും ഇൻറ്റേൺഷിപ്പിനായിട്ടും അല്ലെ ചേംബർ പ്രാക്ടീസിനായിട്ടോ വരുന്ന ഏത് വിദ്യാർത്ഥികൾക്കും വേണ്ട എല്ലാ സഹകരണവും സഹായവും ചെയ്തു തരുന്നതിന് കാഞ്ഞിരപ്പള്ളി ബാർ അസോസിയേഷൻ എപ്പോഴും തയ്യാറായിരിക്കുന്നതാണ് എന്നും നിങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി കാഞ്ഞിരപ്പള്ളി ബാർ അസോസിയേഷനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. St. Dominic's College of Law. A Generation Next institution.